CJPയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇനിയിപ്പോൾ നേടിയെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ കുറേ പട്ടികയൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ എഥനോൾ പെട്രോളിൻ്റെ കാര്യത്തിലും അവർ സമരവുമായി രംഗത്ത് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയവും ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ഇവർ ഇനി ഒരു വലിയൊരു രാഷ്ട്രീയ ഫോഴ്സായി മാറുമോ അതോ ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രവുമായി അല്ലെങ്കിൽ സമ്മർദ്ദ ഗ്രൂപ്പായി അവർ നിലനിൽക്കാനാണോ സാധ്യത? അല്ല, ഇവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അതെ. ഇതിനു മുമ്പ് നമ്മളാരും കേട്ടുകേൾവിയില്ലാത്ത കുറേ ചെറുപ്പക്കാർ അവർ വന്നിട്ട് ജെന്യുവനായിട്ടുള്ളൊരു വിഷയം ഉന്നയിക്കണം. വിഷയം വളരെ പ്രധാനമായിരുന്നു, അതുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയത്. അവർ ഏത് വിഷയം ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തി എന്നുള്ളതല്ല വിഷയത്തിൻ്റെ പ്രാധാന്യം. അവരുയർത്തിയ വിഷയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ അതുപോലൊരു സ്വീകാര്യത പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാഗം തന്നെ ഉണ്ടാകട്ടെ. അതുണ്ടാകുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഭാവി സമര പരിപാടികൾ അല്ലെങ്കിൽ അവർ ഭാവിയിൽ ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിഷയങ്ങൾക്ക് കിട്ടാവുന്ന സ്വീകാര്യത. അപ്പോൾ അഴിമതി പോലത്തെ ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ചോദ്യക്കടലാസ് ചോർച്ച പോലത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളിലുണ്ടായിരുന്നു എന്ന് പറയുന്ന മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഓരോ വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് വ്യത്യാസം വരും. അതനുസരിച്ചിട്ടല്ലേ ആളുകളെ ഇളക്കാൻ പറ്റുള്ളൂ, ആളുകളെ ആവേശം കൊള്ളിക്കാൻ പറ്റുള്ളൂ, ആളുകളെ തെരുവിലിറക്കാൻ പറ്റുള്ളൂ. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു ആഹ്വാനവും കൂടാതെ ആളുകൾ തെരുവിലിറങ്ങും. അത് ആ സമയത്ത് ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിർഭയ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കല്ലേ, അതെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനം ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ സ്ത്രീകളെല്ലാവരും തെരുവിലിറങ്ങി സമരത്തിൻ്റെ അന്ന് വരെയുള്ള പ്രോട്ടോക്കോൾ വരെ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവനിലേക്ക് വരെ സ്ത്രീകൾ തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കിട്ടും. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ സമരം ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് പോകാറില്ല. ഈ സ്ത്രീകൾ പോയാന്ന് വെച്ചാൽ ഒന്നാമത് അവർക്ക് എവിടെ വരെ സമരം ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ധാരണ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതി ഭവനിലേക്ക് സമരക്കാർ തള്ളിക്കയറുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണെന്ന് അവർക്ക് അറിയില്ല. രണ്ടാമത് ഇതിന് വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്ക വളരെ വളരെ ശക്തമായിരുന്നു താൻ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ജനമുന്നേറ്റം അവിടെ ഉണ്ടായത്. അത് പിന്നീട് നമ്മൾ കണ്ടല്ലോ ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ബാധിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒരു സമരം വിജയിച്ചു വെച്ച് ഇനി ഇവർ നടത്തുന്ന എല്ലാ സമരം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല. സമരം വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ അതൊരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സുസംഘടിതമായ സുശക്തമായൊരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റോ ആകണവർ. അതെ അതെ. എന്നാൽ പോലും എന്തുമാത്രം വിജയിക്കുക എന്നുള്ള വേറെ ചോദ്യം. ഇതങ്ങനെ അല്ലാത്തിടത്തോളം കാലം വെറും ആഹ്വാനം കൊണ്ട് മാത്രം ആളുകളെ തെരുവിലിറക്കാനോ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ അവരാഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാനോ പറ്റിക്കൊള്ളുന്നില്ല. പറ്റാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകിച്ച് സോറോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ഇവർക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന അടുത്ത ബന്ധം. പിന്നെ ഈ സമര പരിപാടിയിൽ തന്നെ ജിഹാദി ഗ്രൂപ്പുകളുടെ ഒരു സാന്നിധ്യം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആവേശപ്രകടനം നടത്തിയത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. എല്ലാ ടെലിവിഷൻ ചാനലുകാർക്കും ആവേശം ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലും മനോരമയിലും ഏഷ്യാനെറ്റിലൊക്കെ വലിയ ആഘോഷമായിരുന്നെങ്കിലും ഈ മീഡിയ വൺ ചാനലിലുണ്ടായ പോലെ ഒരു പോയിൻറ്റഡ് അറ്റാക്ക് വേറെ ഒന്നിലും ഉണ്ടായില്ല. അപ്പോൾ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് നരേന്ദ്രമോദിയെ അൺസീറ്റ് ചെയ്യാം എന്നായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ആവേശം പ്രകടിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശക്തികളുടെ സാന്നിധ്യം അത് പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു വിപരീത വികാരമുണ്ട്. ചില ആളുകളുടെ ആവേശം കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ പുറകിൽ മറ്റെന്തൊക്കെയോ താല്പര്യമുണ്ട്. നമ്മുടെ MA ബേബിയുടെ സുപ്രസിദ്ധമായൊരു വാക്യം കടമെടുത്ത് പറഞ്ഞാൽ ഈ വിപരീതകാലേ വിനാശബുദ്ധി. അതെ, അത് കേട്ടില്ലേ? അതെ അതെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പണ്ടോട്ട് കേട്ട് പഠിച്ചിട്ടുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. ബേബി സഖാവ് അത് റിവേഴ്സിലാക്കി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളത് വിപരീതകാലേ വിനാശബുദ്ധി എന്നൊക്കെ. അപ്പോൾ ഈ വിപരീതകാലേ വിനാശബുദ്ധിയായിട്ട് വരുന്ന ആളുകളുണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് സാധാരണക്കാർക്കുണ്ടാവും. അതിലുപരിയായിട്ട് ഇത്ര വലിയ സമരം ആരും ഫണ്ട് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. അതെ അതെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ അരാഷ്ട്രീയന്മാരായിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതുമായിട്ട് സഹകരിച്ചില്ല എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എത്ര നാളിൽ നിലനിൽക്കും അല്ലെങ്കിൽ എത്ര കാലത്തെ അതിജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞൂടാ. ഒരു പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രീതിയിലേക്ക് പോയേക്കാൻ സാധ്യത. ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ടല്ല പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഫോം ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ വലിയ അധ്വാനമുണ്ട്, വലിയ പണച്ചെലവുണ്ട്. ഈ ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികൾ തന്നെ അത് ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെയാണ് വന്നതെന്ന് പറയേണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനും അതിൻ്റെ ഒരു സംവിധാനം ഒരുക്കിയെടുക്കാനൊക്കെ വലിയ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകളുണ്ട്.
അവരുടെ ഒരു വിജയകഥയാണ് ആം ആദ്മി പാർട്ടി. കുറച്ചാളൊക്കെ നിലനിന്നു. പിന്നെ ഇങ്ങനെയുള്ള പാർട്ടികളൊന്നും വളരെ കാലം നിലനിൽക്കില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എന്തുമാത്രം ഫലപ്രദമാകും. ഇനിയിപ്പോൾ ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് ആർക്ക് കൂടുതൽ ദോഷകരമാകും, അതൊരു വിഷയമല്ലേ. ആം ആദ്മി പാർട്ടി വന്ന് അവർ വോട്ട് പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ദോഷം പറ്റിയത് കോൺഗ്രസ്സിനാണ്. ഈ പാർട്ടി വോട്ട് പിടിക്കുകയാണെങ്കിൽ ആരുടെ വോട്ടായിരിക്കും ഭിന്നിപ്പിക്കുക എന്ന വിഷയം അത് വേറെ